മേടിക്കാൻ ഞങ്ങൾക്ക് നേരം നിങ്ങൾ അതിനനുസരിച്ച് നീങ്ങണ്ടേ? പൈസയാണ് നിങ്ങൾക്ക് വേണ്ടി അത് തരും. പക്ഷെ നമുക്ക് ആ ഒരു പൈസ വേണ്ട വെച്ചിട്ട് ആ രീതിയിൽ നീങ്ങണ്ട, ജനാധിപത്യ രീതിയിൽ നീങ്ങേണ്ട വെച്ചിട്ടാണ്. അല്ല പൈസ ഞങ്ങളോട് ആ രീതിയിൽ നിങ്ങൾ പഠിച്ചെങ്കിൽ നല്ല തൊഴിൽ നിങ്ങൾക്ക് കുറിച്ചു കൊടുത്ത് ഇത് ആ പൈസ നിങ്ങൾ തിരിച്ചിട്ട് അന്റെ തൊഴിലിലേക്ക് കുറിച്ചു കൊടുത്ത് അത് ശരിയല്ല. ഇത് സെക്രട്ടറി ചെയ്തിട്ടുണ്ട്, അത് ശരിയല്ല. നിങ്ങൾ ചെയ്തത് വളരെ മോശമാണ്. അതിന് എവിടെയും പറയും നിങ്ങൾ തൊഴിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ തൊഴിലിനെ നിങ്ങൾ അന്നാണത് നിങ്ങൾ മക്കളെ സ്നേഹിക്കണേ. ഞങ്ങൾക്ക് തൊഴിൽ തന്നെയാണ്. അതിന് കുറിച്ചു കൊടുത്തിട്ട് ഒരിക്കലും അത് വേണ്ടി അത് വേറെ രീതിയെ പറയുന്നത്. ആ കുറിച്ചു കൊടുക്കുന്നത് ആ പൈസ വാങ്ങി വേറെ രീതിയെ പറയാം. ശരിയല്ല. ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ മോശമാണ്. അതിന് 100% ചെയ്തിട്ടുണ്ട്. അത് തെളിവാണ്. വീട്ടിൽ കൊണ്ടുപോയി ഞങ്ങൾ എന്റെ വീട്ടിൽ പാചകം വന്നിട്ടില്ല. എന്റെ വീട്ടിൽ മറ്റേ പൈസ പൈസ ഞാൻ അവർക്ക് നാണമാണില്ല. ജീവിതത്തിൽ നാണമല്ല. എന്തായാലും ഞാൻ എന്ത് കാര്യം അത് ഞാൻ ചെയ്ത കേസ് ആദ്യം പ്രോസെക്ട് ചെയ്തത് അതാണ് പുരുഷാദ് ഞാൻ വൈകിട്ട് തന്നെ പിരിഞ്ഞ രാത്രിയാണ്. സംശയമില്ലല്ലോ. കോൺഗ്രസ് ഇവിടെ 23-ാം തീയതി ഞങ്ങൾ വന്നിട്ടാണ് ഈ കൊള്ളരുതായ്മ നടക്കുന്നത് ഞങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെട്ടപ്പോൾ ഇവിടെ ഹിയറിങ്ങിനാരും വരുന്നില്ല. നിരവധി വോട്ടുകൾ പല സ്ഥലത്തുനിന്ന് ചേർത്തിരിക്കുന്നു. ഹിയറിങ്ങിനാരും വരുന്നില്ല. അപ്പോഴാണ് 23-ാം തീയതി ഉച്ചയ്ക്ക് വന്ന് ഞങ്ങൾ ഈ ആക്ഷേപം ഇവിടെ ഉന്നയിക്കുന്നത്. അപ്പോൾ വളരെ നിരുത്തരവാദപരമായിട്ടുള്ള സമീപനമാണ് സെക്രട്ടറി ഞങ്ങളോട് സ്വീകരിച്ചത്. പിറ്റേ ദിവസം 24-ാം തീയതി ഇതൊക്കെ കഴിഞ്ഞ് 24-ാം തീയതി വോട്ടർ പട്ടിക അന്തിമമാക്കുന്ന ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. 3:30 മണി വരെയും ഇവിടെ ആളുകളുണ്ടായിരുന്നു. പക്ഷെ എല്ലാവരും പോയപ്പോൾ ലീഗുകാർ കൂട്ടത്തോടെ വന്ന് ഹിയറിംഗ് നടത്തി അവർ പറയുന്ന ആളുകളെ അപേക്ഷയില്ലാതെ പോലും ഓൺലൈനിൽ അപേക്ഷ നൽകാത്ത ആളുകളെ പോലും പട്ടികയിലേക്ക് കൂട്ടിച്ചേർക്കുന്ന നെറികേടാണ് ഈ കൂട്ടർ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഞങ്ങൾക്ക് വളരെ കൃത്യമാണ്. ഇതിനിപ്പോ ഒരാളിപ്പോ ഈ ആദ്യത്തെ വോട്ട് ചേർക്കൽ കഴിഞ്ഞപ്പോ ബുള്ളറ്റ് ബൈക്ക് വാങ്ങിയിട്ടുണ്ട്. ആദ്യത്തെ വോട്ട് ചേർക്കലിന്റെ ഘട്ടം കഴിഞ്ഞപ്പോ ബുള്ളറ്റ് ബൈക്ക് വാങ്ങിയിട്ടപ്പോ നടക്കുന്നത്. അപ്പൊ അയാൾക്ക് വരുമാനമൊക്കെ ഉണ്ട്, അയാൾക്ക് വേറെ സംവിധാനം. പക്ഷെ ഇതുവരെ വാങ്ങിയിട്ടില്ലല്ലോ. ഇപ്പൊ ഈ വോട്ട് ചേർക്കലുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പൊ ബുള്ളറ്റ് ബൈക്ക് വാങ്ങിയിട്ടുള്ളത്. അപ്പൊ ഇനി എന്താ അവർ വാങ്ങുന്നതെന്ന് അറിയില്ല. മറ്റൊരു കാര്യം കൂടി ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്, ഈ സെക്രട്ടറി കഴിഞ്ഞ മാസം പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ പ്രിൻസിപ്പൽ ഡയറക്ടറുടെ ഉത്തരവനുസരിച്ച് ഈ പഞ്ചായത്തിൽ നിന്ന് വണ്ടൂർ പഞ്ചായത്തിലേക്ക് സ്ഥലം മാറ്റപ്പെട്ട ആള് അനധികൃതമായി റിലീവ് ചെയ്യാതെ ഇവിടെ ജോലിയിൽ തുടരുകയാണ്. ഈ ദൗത്യം ഇവിടുത്തെ തെറ്റായ രാഷ്ട്രീയം കൊണ്ട് നടക്കുന്ന ആളുകളുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി അവരുടെ ഇംഗിതത്തിന് വഴങ്ങി അവർക്ക് ഒത്താശ ചെയ്യുന്നതിന് വേണ്ടി അനധികൃതമായി ഇദ്ദേഹം ഇവിടെ ജോലിയിൽ തുടരുക. 1 മാസം മുമ്പ് റിലീവ് ചെയ്തു പോകേണ്ട ആള് അദ്ദേഹത്തിനെ സംരക്ഷിക്കുന്ന ഏതോ ചില ഉദ്യോഗസ്ഥന്മാരുടെ ഒത്താശയോടുകൂടി ഇവിടെ വീണ്ടും ഇവിടെ ഇരിക്കുകയാണ്. ഇനിയിപ്പോ ചിലപ്പോൾ നാളെ മറ്റന്നാളെ പോകും. കാരണം അയാളുടെ ദൗത്യം പൂർത്തീകരിച്ചു ചിലപ്പോൾ നാളെ മറ്റന്നാളോ അയാൾ റിലീവ് ചെയ്ത് പോകുമായിരിക്കും. പക്ഷെ 1 മാസക്കാലം അയാൾ പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പഞ്ചായത്തിൽ ഈ ജോലിയിൽ തുടർന്നിട്ടുള്ളത്. ഈ തെങ്കര ഗ്രാമപഞ്ചായത്തില് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനുള്ള വോട്ട് ചേർക്കലുമായി ബന്ധപ്പെട്ട് വളരെ ഗുരുതരമായിട്ടുള്ള പക്ഷപാതിത്വവും നീതിരാഹിത്യവുമാണ് നടന്നിട്ടുള്ളത് എന്നറിഞ്ഞാണ് ഞങ്ങളിവിടെ വന്നത്. അപ്പോൾ വളരെ വ്യക്തമായിട്ടുള്ള കുറേയേറെ നീതികേടുകൾ ഈ പഞ്ചായത്തിലെ സെക്രട്ടറിയും ശ്രീരാജ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനും ചേർന്ന് നടത്തിയിട്ടുള്ളതായിട്ട് വളരെ വ്യക്തമായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഈ വോട്ട് ചേർക്കൽ ആരംഭിച്ച ഘട്ടത്തിൽ ആദ്യഘട്ടം വോട്ടെടുപ്പ് നടക്കുന്ന സമയത്ത് ഹിയറിങ്ങിന് വരാത്ത ഒരാളെയും വോട്ടർ പട്ടികയിൽ ചേർക്കാൻ കഴിയില്ല എന്ന് ഇവർ പറയുകയും അതിന് നിരവധി ഉദാഹരണങ്ങൾ ഞങ്ങൾക്ക് കാണിക്കാൻ കഴിയും. വിദ്യാർത്ഥികളായിട്ടുള്ള കുറെ ആളുകൾ വോട്ടിന് അപേക്ഷ നൽകിയിട്ടുള്ള ആളുകൾ ഹിയറിങ്ങിന് യഥാസമയത്ത് എത്താൻ കഴിയാത്തത് മൂലം അവരുടെ എല്ലാം വോട്ട് നിഷേധിക്കുന്ന ഒരു സമീപനമാണ് ഈ പഞ്ചായത്തിൽ ഉണ്ടായത്. എന്നാൽ ഈ 2ാം ഘട്ട വോട്ടെടുപ്പ് നടക്കുമ്പോൾ വോട്ട് ചേർക്കൽ നടക്കുമ്പോൾ ഇവര് ഹിയറിംഗ് ആവശ്യമില്ല. സെക്രട്ടറി പറഞ്ഞതാണ്, ഞങ്ങൾ 23-ാം തീയതി വളരെ വ്യാപകമായിട്ടുള്ള ക്രമക്കേടുകൾ ഇതിന്റെ ഭാഗമായി നടക്കുന്നു എന്ന് ബോധ്യപ്പെട്ടപ്പോൾ പല വാർഡുകളിലും 80ഉം 100ഉം വോട്ടുകൾ അനധികൃതമായി മറ്റു പല പ്രദേശങ്ങളിൽ പഞ്ചായത്തിന് പുറത്തുള്ള ആളുകളെ പോലും കൊണ്ടുവന്ന് വോട്ട് ചേർക്കുന്നതിന് വേണ്ടി ഫോം 4 പൂരിപ്പിച്ച് കൊടുത്തതായി ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അത് വന്ന് അന്വേഷിച്ചപ്പോൾ ആ വോട്ട് മുഴുവൻ ചേർക്കാതിരിക്കാൻ കഴിയില്ല എന്നും
ഹിയറിംഗ് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമല്ല എന്നും ഹിയറിംഗ് നടത്താതെ തന്നെ ഈ ചേർത്ത വോട്ടുകൾ മുഴുവൻ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തേണ്ടി വരും, കൂട്ടിച്ചേർക്കേണ്ടി വരും എന്നാണ് ഈ സെക്രട്ടറി ഞങ്ങളോട് പറഞ്ഞത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ആദ്യത്തെ വോട്ട് ചേർക്കൽ എന്തുകൊണ്ട് നിങ്ങൾ ഹിയറിംഗ് നിർബന്ധമാക്കി, ഇപ്പൊ എങ്ങനെയാണ് ഹിയറിംഗ് വേണ്ട എന്ന് പറയുമ്പോഴാണ് അതിന് പുതിയ ഉത്തരവ് വന്നിട്ടുണ്ട് എന്ന് അറിയിക്കുകയാണ് ചെയ്തത്. പുതിയ ഉത്തരവുണ്ട്, ഹിയറിംഗ് ചെയ്യേണ്ട ആവശ്യമില്ല, ഹിയറിംഗ് ഇല്ലാതെ തന്നെ ഈ അപേക്ഷിച്ച ആളുകളെ മുഴുവൻ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുകയാണ് ഞങ്ങൾ ചെയ്യുക. അത് നിങ്ങളാരും പറഞ്ഞ കാര്യമില്ല, നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ മേലെ എവിടെയെങ്കിലും പോയിക്കോളാൻ പറയുന്ന ഒരു സമീപനമാണ് ഇവർ സ്വീകരിച്ചത്. അപ്പൊ ആ ഹിയറിംഗ് ഇല്ലാതെ വോട്ട് ചേർക്കാനുള്ള ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ഉത്തരവിന്റെ കോപ്പി ഞങ്ങൾക്ക് കാണണം എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ സെക്രട്ടറി അവിടെ ഉണ്ടായിരുന്ന AS-നോട് ആ ഉത്തരവിന്റെ കോപ്പി എടുത്തിട്ട് വരാൻ പറയുകയും ആ AS പോയി അതിലേക്കൊന്ന് നടന്ന് തിരിച്ചു വന്നിട്ട് അങ്ങനെ ഒരു ഉത്തരവ് ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുന്ന സ്ഥിതിയുണ്ടായി. അത് പച്ചക്കള്ളം പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങളെ ആകെ വിഡ്ഢികളാക്കിക്കൊണ്ട് അവർക്ക് താല്പര്യമുള്ള ആളുകളുടെ വോട്ടുകൾ വൻതോതിൽ ചേർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഗൂഢമായ പദ്ധതിയാണ് ഈ സെക്രട്ടറിയും ശ്രീരാജ് എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥനും കൂടി ഈ പഞ്ചായത്തിൽ നടത്തിയിട്ടുള്ളത് പകൽ പോലെ ഇവിടെ തെളിഞ്ഞിരിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ അങ്ങനെ മോശക്കാരായിട്ടുള്ള ആളുകൾ, CPM-ന്റെ പ്രവർത്തകർ ഇതൊക്കെ നേരിടാൻ ശേഷിയുള്ള ആളുകൾ തന്നെയാണ്, നേരിട്ട ചരിത്രവും ഞങ്ങൾക്കുണ്ട്. അപ്പൊ ഞങ്ങളിപ്പോ സംയമനം പാലിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിന്റെ മുഖത്ത് വെച്ച് ഞങ്ങളൊരു അക്രമ പ്രവർത്തനത്തിലേക്ക് പോയി എന്നുള്ള ഒരു സ്ഥിതി ഉണ്ടാവണ്ട എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ സംയമനം പാലിക്കാൻ നിർബന്ധിതരായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കണം. ഇവിടെ ഞാൻ ഒരു പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. ഈ പഞ്ചായത്ത് തുടങ്ങിയ സമയത്ത്, ഈ പഞ്ചായത്ത് പുതുതായി രൂപവൽക്കരിക്കപ്പെട്ട സാഹചര്യത്തിൽ ഞാനൊരു പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. അന്ന് ഒരു ഓവർസിയർ ഇവിടെ പാവപ്പെട്ട ആളുകളെ വല്ലാതെ ദ്രോഹിക്കുന്ന ഒരു സമീപനം സ്വീകരിച്ചപ്പോൾ പലവട്ടം അയാളോട് ആവശ്യപ്പെട്ടിട്ടും അയാളത് ചെവിക്കൊള്ളാൻ തയ്യാറാകാതെ നിങ്ങൾ മേലെ എവിടെയും പോയി കേസ് കൊടുത്തോളിയും പറഞ്ഞപ്പോൾ തെങ്കരയിലാണ് പഞ്ചായത്ത് ഓഫീസ് ഉണ്ടായിരുന്നത്. തെങ്കരയിലെ റൂട്ടില് അവിടെ നാട്ടുകാർ കൂടി കൈകാര്യം ചെയ്ത് അടിച്ച് ഓടിച്ച സ്ഥിതിയിലായിട്ടുണ്ട്. അയാൾ അന്ന് ഓടിയതാ, അന്ന് മണ്ണാർക്കാട് വരെ ഓടേണ്ടി വന്നു ആ ഓവർസിയർക്ക്. ഓടി അയാൾ പിന്നീട് തെങ്കര പഞ്ചായത്ത് ഓഫീസിലേക്ക് വരികയുണ്ടായിട്ടില്ല. തെങ്കര പഞ്ചായത്തിൽ നിന്ന് ലീവ് എടുത്ത് ട്രാൻസ്ഫർ വാങ്ങി അന്ന് പോയതാ. അപ്പൊ ഞങ്ങളോട് കളിക്കൊന്നും വേണ്ട, ഞങ്ങൾക്ക് ഇതൊക്കെ കൈകാര്യം ചെയ്യാൻ അറിയാം. എല്ലാ തരത്തിലും ഇടപെടുന്നതിന് ഞങ്ങൾക്ക് ഒരു പേടിയില്ല, നല്ല രീതിയിൽ കൈകാര്യം ചെയ്യും. അതുകൊണ്ട് ഈ പഞ്ചായത്തിലെ സെക്രട്ടറിയോടും ശ്രീരാജ് എന്ന് പറയുന്ന ഈ ഉദ്യോഗസ്ഥനോടും ഞങ്ങൾക്ക് പറയാനുള്ളത്, മര്യാദക്ക് ഈ പരാതികൾ പരിശോധിച്ച്, ഇതിനൊക്കെ പരാതി ഇവിടെ കൊടുത്തിട്ടുള്ളതാണ്. ഇതാ